ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. റവയും പൊട്ടുകടലയും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു സ്നാക്കിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലയുടെ കൂടെ ഇട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഏലക്കായ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടുകടലയും പഞ്ചസാരയും ഏലക്കയുമായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. പൊടിച്ചെടുത്ത പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നേരത്തെ കടല പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ ഞാനിപ്പോൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 250 ഗ്രാം അളവിലാണ് ഞാനിതിപ്പോൾ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു ചെറിയ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു റവയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ എത്രത്തോളം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നാലും റവയിൽ ഒരു ചെറിയ തരിതരിപ്പുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നേരത്തെ കടല പൊടിച്ച് മാറ്റി വെച്ചതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടി വലിയൊരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഈ ഒരു അരിപ്പയിൽ പൊടി മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാനും റവയും കടലയൊക്കെ നന്നായിട്ട് പൊടിയാത്ത തരി വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാനും കൂടിയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് പൊടിയാത്ത തരി കിടപ്പുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായി ഞാനിവിടെ ഈ പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള മാറ്റിയതിന് ശേഷം മഞ്ഞ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയുടെ മഞ്ഞയാണ് ഞാനിപ്പോൾ ഇളക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ അളവിലുള്ള നെയ്യാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് കട്ടയായതുകൊണ്ടാണ് ഇത്രയും വലിയ പീസായതുകൊണ്ട് ഒരെണ്ണമായിട്ട് ഇട്ട് കൊടുത്തത്. ഈ ഒരു സ്നാക്കിന് ഇതുപോലെ പാലും നെയ്യും മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്കിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കപ്പിൽ 250 ഗ്രാം അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്കും 1/2 കപ്പ് പൊട്ടുകടലയ്ക്കും കൂടെ 50 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് 1 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒത്തിരി നേരം ഒന്ന് അരച്ചെടുക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഒറ്റ സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ ഒരു മിക്സ് ഒന്നുകൂടി നന്നായിട്ട് യോജിച്ച് കിട്ടാനാണ്. ഇപ്പോൾ ഞാനിത് 1 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കേക്കിൻ്റെ മൗൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനായി ഞാൻ ഈ കേക്കിൻ്റെ മൗൾഡിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിക്സിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഈ ഒരു മിക്സ് റെഡിയാക്കിയിരുന്ന സമയത്ത് കുറച്ച് ലൂസിലാണ് ഇരുന്നത്. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. റവ ആയതുകൊണ്ട് നമ്മൾ വെച്ചിരിക്കും തോറും അത് നന്നായിട്ട് കുതിർന്ന് വരികയും ചെയ്യും. ഇപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു മൗൾഡ് ഇറക്കി വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുവാണ്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് എടുത്ത് മാറ്റാം. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടി ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇതിൽ മാവൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വെന്തപ്പോൾ തന്നെ മൗൾഡിൽ നിന്നും തനിയെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.